ക്യാൻസർ ചികിത്സയിൽ ഒരു വലിയ ചുവടുവയ്പുമായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ക്യാൻസർ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലളിതവും നൂതനവുമായ മരുന്നുകൂട്ട് വികസിപ്പിച്ചെടുത്തതായി ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ശ്രീ ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുതിപ്പാണ് അവർ ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. മരുന്ന് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചാൽ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന കണ്ടെത്തലായിരിക്കും ഇത്. ഞരമ്പുകളിൽ കുത്തിവയ്ക്കാവുന്ന SCT-AC 2010 ഡ്രഗ് കോൺജുഗേറ്റഡ് സെറം ആൽബുമിൻ എന്ന മരുന്നുകൂട്ട് വികസിപ്പിച്ചെടുത്തത് വളരെ സുലഭമായ ഒരു സസ്യത്തിൽ നിന്നാണെന്നും മൃഗങ്ങളിൽ നടത്തിയ പ്രാരംഭ പരീക്ഷണങ്ങൾ വിജയകരമാണെന്നും ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ആശ കിഷോർ പറഞ്ഞു. കേരളത്തിലെയും ഇന്ത്യൻ മെഡിക്കൽ മേഖലയെയും സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കുതിച്ചുചാട്ടമാണ്. കൂടുതൽ പരീക്ഷണങ്ങൾക്കും മറ്റുമായി ഒരു സ്വകാര്യ കമ്പനിക്ക് ഇതിന്റെ സാങ്കേതികത കൈമാറിയിട്ടുണ്ട്. ഏറെ ചെലവേറിയതിനാലാണ് മറ്റൊരു കമ്പനിക്ക് ഗവേഷണ ഫലം കൈമാറിയത്. ചെടിയെക്കുറിച്ചുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തില്ല. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠനത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ ലിസി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം മരുന്ന് വികസിപ്പിച്ചത്. എലികളിൽ ഒറ്റ ഡോസ് ഉപയോഗിച്ച് പരീക്ഷിച്ചതിൽ ഇത് വിജയകരമാണെന്ന് തെളിഞ്ഞു. ഒന്നിലധികം ഡോസ് ഉപയോഗിച്ചാൽ മൃഗങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന പരീക്ഷണങ്ങൾക്ക് ശേഷമാകും മനുഷ്യരിൽ ചികിത്സാ പരീക്ഷണങ്ങൾ ആരംഭിക്കുക. മനുഷ്യനിൽ എത്ര ഡോസ് ഉപയോഗിക്കണമെന്ന് കണ്ടെത്തണം. അർബുദബാധിതരായ മനുഷ്യരിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് വിവിധ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾ നടക്കണം. ഒന്നാം ഘട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരിൽ പരീക്ഷിക്കും. രണ്ടാം ഘട്ടത്തിൽ ഒരു വിഭാഗം അർബുദ രോഗികളിൽ മറ്റു മരുന്നുകൾക്കൊപ്പം തന്നെ പരീക്ഷിക്കും. എലികളിൽ ശ്വാസകോശ അർബുദത്തിനും വയറിനകത്തെ മുഴയ്ക്കും ഈ മരുന്ന് വിജയകരമായി ഉപയോഗിക്കാനായി. ഏതൊക്കെ തരം അർബുദത്തിന് ഉപയോഗിക്കാനാകുമെന്നത് വിശദമായ പരീക്ഷണങ്ങൾക്ക് ശേഷമേ പറയാനാകൂ എന്ന് ഡോക്ടർ ലിസി കൃഷ്ണൻ പറഞ്ഞു. ഇതിൽ മനുഷ്യരക്തത്തിലുള്ള ആൽബുമിനോട് സംയോജിപ്പിക്കുന്ന ചേരുവ ഏതാണെന്ന് മനുഷ്യരിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ വെളിപ്പെടുത്താനാവില്ലെന്നും അവർ പറഞ്ഞു. SCTI-MST നടത്തിയ ടെക്നോളജി കോൺക്ലേവിൽ മരുന്നുകൂട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. എയ്റ്റോ ആക്സ് ബയോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സാങ്കേതിക പങ്കാളി. ക്ഷയരോഗ ദിനത്തിൽ നടന്ന ചടങ്ങിൽ കഫത്തിലെ TB ബാക്ടീരിയയെ അരമണിക്കൂറിനുള്ളിൽ കണ്ടെത്താൻ സാധിക്കുന്ന സംവിധാനത്തിന്റെ സാങ്കേതിക വിദ്യ കൈമാറ്റവും നടത്തി. ടെക്നോളജി കോൺക്ലേവിനൊപ്പം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ ടെക്നോളജി എക്സ്പോയും ഇൻഡസ്ട്രി ഇന്നോവേറ്റർ മീറ്റും നടത്തി. ലോകം വളരെയധികം ഭയത്തോടെയാണ് ക്യാൻസറിനെ നോക്കിക്കാണുന്നത്. കീമോതെറാപ്പിയിലൂടെ നിരവധി പേർ ഈ രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടെങ്കിലും ആ ചികിത്സ രോഗിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. എന്നു മാത്രമല്ല, വീണ്ടും രോഗം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനുമാവില്ല. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരീക്ഷണം ലോകത്തിന് നൽകുന്നത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.